ആരെന്നാ അവന്റെ വിചാരം? കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ചുമ്മാ ഇതേ കൈക്കെല്ലാം പിള്ളേരെ ചെന്ന് പെട്ടാലുണ്ടല്ലോ അടിച്ചവര് തല പൊട്ടിച്ച് കളയും. ആർഷയാണ് ഇവിടുത്തെ വലിയ തല്ലുകാരൻ. അവനേക്കാൾ നന്നായിട്ട് തല്ലാറിയാവുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട്. ആ ഒരു ചെറുക്കൻ SFIയുടെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി ഞെളിഞ്ഞു കഴിഞ്ഞാൽ ആര് വകവെച്ചു കൊടുക്കുന്നു? പോലീസുകാർ പോലും എത്ര ബഹുമാനത്തോടെ കാണുന്നത്. യുവമോർച്ചയ്ക്ക് പോലീസുകാർക്ക് ഓമനപുത്രനായിരിക്കാം, നാട്ടുകാർക്ക് അങ്ങനെയാണ്. BJPക്കാർക്കും ആർഷോയെ ഒന്ന് ബഹുമാനിച്ചാൽ എന്താ? ആർക്കും സൗകര്യമില്ല. അത് തന്നെ സൗകര്യമില്ല. സമാരാധ്യനായ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതുപ്രവർത്തനമല്ലേ അദ്ദേഹം നടത്തുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ AKG സെന്ററിൽ പോയി പറഞ്ഞാൽ ഈ റിപ്പോർട്ട് കൊടുത്താൽ മതി. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഞാൻ പൊതുപ്രവർത്തനം നടത്തി, ഞാൻ രക്ഷാപ്രവർത്തനം നടത്തി, ഞാൻ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂട്ടാനായിട്ട് മാർക്ക് ഇടുകയും കൊടുക്കുകയും എടുക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ സ്ത്രീകളെ ഉപദ്രവിച്ചു. SFIയിലെ നേതാക്കന്മാരില്ലേ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, പോട്ടെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് AKG സെന്ററിൽ കൊടുത്ത് അവിടെ നിന്ന് മാർക്ക് മേടിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA ആയിട്ട് മത്സരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്തു. എൻ്റെ മേത്ത് തൊടാൻ വരരുത്, വന്നാൽ വിവരം അറിയും. TG ഈ SFIയെ ഇങ്ങനെ കുറ്റം പറയാമോ? SFIക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠനോടൊന്ന് പുറത്തിറങ്ങാൻ പറ. SFI അനാഥമായി കഴിഞ്ഞു. ഇപ്പോൾ SFIയുടെ സമരത്തിന് ഒരു വിലയുമില്ലാതായി കഴിഞ്ഞു. ആളുകൾ പരിഹസിക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവരാണ് SFI എന്ന് സ്വയം തെളിയിക്കുന്നു. എവിടെ പോയി ഈ ചേട്ടൻ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ചേട്ടൻ ഇന്നലെ കൊല്ലത്ത് തല്ല് വാങ്ങിച്ചു. എന്തിനാ യൂത്ത് കോൺഗ്രസ്സുകാർ വരെ തല്ലി? അല്ല, അങ്ങനെ അടിക്കടി കൊടുത്താൽ ഈ നാട് അങ്ങോട്ട് പോകും. അടിക്ക് ഈ നാട് എങ്ങോട്ട് പോയത്? എനിക്ക് എൻ്റെ സർവൈവൽ നോക്കണ്ടേ? ഞാൻ എന്നെ സുനിൽ തല്ലാൻ വരുന്നു, ഞാൻ നാട് എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നിന്ന് കൊള്ളണോ? അങ്ങനെയൊന്നും കൊള്ളാൻ പറ്റില്ല. കൊല്ലം എത്തുന്നത് വരെയുള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് അടിയുണ്ടാവില്ല. ഒരുപാട് സ്ഥലത്ത് അടിക്കും. തിരിച്ചടിക്കാൻ ആരോഗ്യമുള്ള സ്ഥലത്ത് അടിക്കാല്ല.